കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കൊല്ലത്തെ കൈരളി ഷോറൂം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം ബീച്ച് റോഡിലെ ബെൻസിഗർ ആശുപത്രിക്ക് സമീപമുള്ള അമ്പാടി ഹോട്ടൽ കെട്ടിടത്തിലാണ് കൈരളി ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ശക്തി പകരുന്ന ഫുഡ് സ്ട്രീറ്റിൽ കൈരളി കരകൗശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും തുടങ്ങിയത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട്. കരകൗശല മേഖലയിൽ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രത്യേക പദ്ധതിക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തി സഹായം നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരള ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു സൊവനീർ ഉണ്ടാക്കുന്നതിന് പ്രത്യേക സ്കീമിന് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലോ മറ്റു കാര്യത്തിലോ ഒക്കെ ഒരു പ്രത്യേക പ്രൊമോഷന് വേണ്ടിയിട്ട് കേരള എന്ന് പറയുന്ന ആ ബ്രാൻഡഡ് സാധനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആവുന്ന ഒരു ഉൽപ്പന്നത്തിന് പ്രത്യേകമായൊരു പ്രൊമോഷൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. അതുൾപ്പെടെ ചെയ്യാം. കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണനം ഉറപ്പാക്കണം. കരകൗശല മേഖലയിൽ ഉള്ളവരുടെ തൊഴിൽ ലഭ്യതയും സാമ്പത്തിക സാമൂഹിക ഉന്മനവും ലക്ഷ്യപ്പെട്ടാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. കഥകളി, ചുണ്ടൻ വെള്ളം, നെറ്റിപ്പട്ടം കെട്ടിയ ആന, തെയ്യം, ശില്പങ്ങൾ, ആറന്മുള കണ്ണാടി, ചന്ദനത്തൈലം തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ മുഖേന കേരള പൈതൃകം നിലനിർത്തുന്നതിലും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനും കരകൗശല മേഖലയിലുള്ളവരുടെ പങ്ക് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എം. മുകേഷ് എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് ആദ്യ വിൽപ്പന നടത്തി. കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ പി. രാമഭദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊല്ലം ജില്ലാ കളക്ടർ എൻ. ദേവിദാസ്, കേരള കരകൗശല വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജി.എസ്. സന്തോഷ്, ഡയറക്ടർ ജി. ബാബു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ.എസ്. ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.